അല്ല, ഡോക്ടർ തസ്ലീം ഷിഹാബുദ്ദീൻ നമുക്കൊപ്പമുണ്ട്, ഗൈനക്കോളജിസ്റ്റ് കൂടിയാണ് അവർ. ഡോക്ടർ തസ്ലീം, ഈ വിഷയത്തിൽ നമുക്കറിയാം, ഇത് പല ഇൻഷുറൻസ് കമ്പനികളുടെയും ആശുപത്രികളുടെയും ഒക്കെ ഒരു പ്രേരണ ഇതിന് ഘടകമാവാം. പക്ഷേ അതിനുമപ്പുറം ഇത് ആഗ്രഹിച്ചു വരുന്ന സിസേറിയൻ മാത്രം മതി എന്ന് ഡോക്ടർമാരോട് സജസ്റ്റ് ചെയ്യുന്ന ചില പേഷ്യൻസ് എങ്കിലും ഉണ്ടാവും, ചില അമ്മമാരെങ്കിലും ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഭാവിയിലെ ആരോഗ്യ പ്രശ്നങ്ങളും അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാക്കാവുന്ന റിസ്ക്കും എത്ര കണ്ട് വലുതാണ്? ഇത് തിരിച്ചറിയാതെ പോയാണോ പലപ്പോഴും ആളുകൾ ഇത് ചൂസ് ചെയ്യുന്നതിന്റെ കാരണം? അതിന്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും സിസേറിയൻ സെക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നതല്ല. നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് ആൾക്കാരുടെ വിചാരം വജൈന വഴി ഒരു കുഞ്ഞ് ജനിക്കുന്നത് മാത്രമാണ് നോർമൽ ഡെലിവറി എന്നാണ്. അങ്ങനെ അല്ല. ഡെലിവറി കഴിഞ്ഞ് അമ്മയും കുഞ്ഞും വളരെ സേഫ് ആയിട്ട് ഡിസ്ചാർജ് ആയി പോയി ലോങ് ലൈഫിൽ കുഞ്ഞും അമ്മയും സേഫ് ആയിട്ടിരിക്കണം. അതിനെ മാത്രമേ നമുക്കൊരു നോർമൽ ഡെലിവറി എന്ന് പറയാൻ പറ്റൂ. ആ ഒരു സാഹചര്യം നമുക്ക് അതിൽ കൂടെ കൊടുക്കാൻ പറ്റില്ല എങ്കിൽ നമ്മൾ സിസേറിയൻ സെക്ഷൻ ഓപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ അനാവശ്യമായിട്ട് സിസേറിയൻ സെക്ഷനിലേക്ക് നമ്മൾ പോകാനും പാടില്ല. ഒരു കമേഴ്ഷ്യലൈസ് ചെയ്യേണ്ട സാധനമോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യേണ്ട സാധനമോ അല്ല സിസേറിയൻ സെക്ഷൻ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ സിസേറിയൻ സെക്ഷനിൽ അമ്മയ്ക്ക് വരുന്ന മെയിൻ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഏതൊരു സർജറിക്കും വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഒന്നാമതായിട്ട് അനസ്തെറ്റിക് കോംപ്ലിക്കേഷൻസ്. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ്, അനസ്തീഷ്യ മെഡിസിൻസ് എല്ലാം കാലാകാലങ്ങളായിട്ട് പ്രൂവൺ ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. അണ്ടർ ദ മോണിറ്ററിംഗ് ഓഫ് ആൻ അനസ്തീഷ്യോളജിസ്റ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ പോലും അതിന് ചെറിയ ശതമാനമാണെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം. പിന്നെ നമുക്ക് ഇൻട്രാ ഓപ്പിൽ വരുന്ന ബ്ലീഡിങ്. ഒരു നോർമൽ ഡെലിവറി നിങ്ങൾ എടുത്തു നോക്കും, ഒരു വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ഡെലിവറിയിൽ ആവറേജ് ഒരു സിംഗിൾട്ടൺ ബേബി, ഒരു ബേബിയാണ് ജനിക്കുന്നതെങ്കിൽ 500 ml ബ്ലഡ് ആണ് ലോസ് വരുന്നത്. പക്ഷെ സിസേറിയനിലേക്ക് വരുമ്പോൾ അത് 1 ലിറ്റർ ആയിട്ട് കൂടുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത അവയവങ്ങളായ ബ്ലാഡർ, മൂത്രസഞ്ചി, അതുപോലെ മലസഞ്ചി, അതുപോലെ നമ്മുടെ കുടല്, അതിലൊക്കെ നമുക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസസ് ഉണ്ട്. അറിയാതെ എങ്ങാനും ആണെങ്കിൽ പോലും ബ്ലഡ് വെസൽസിൽ നിന്ന് എന്തെങ്കിലും ഒരു കട്ട് സംഭവിച്ചാൽ അതിന് ടൊറൻഷ്യലി ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻട്രാ ഓപ്പ് ബ്ലീഡിങ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻഫെക്ഷൻസ് ഉള്ള ചാൻസസ് നോർമൽ ഡെലിവറിയെക്കാളും കൂടുതലാണ്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് ഈ അമ്മയ്ക്ക് റിക്കവറി പീരീഡ് വളരെ കൂടുതലാണ് വെൻ കമ്പയർഡ് ടു എ നോർമൽ ഡെലിവറി. നോർമൽ ഡെലിവറി കഴിയുമ്പോൾ അമ്മയ്ക്ക് ഒരു വിത്തിൻ ഒരു എന്താ പറയാ, അപ്പൊ തന്നെ എഴുന്നേക്കാം, അവരവരുടെ കാര്യങ്ങൾ നോക്കാം, ടോയ്ലറ്റിൽ പോകാം. പക്ഷെ ഇതുപോലെ അല്ല. സിസേറിയൻ ആകുമ്പോൾ ഷീ വിൽ ടേക്ക് ടൈം ടു റിക്കവർ. അപ്പൊ അമ്മയ്ക്ക് അത്രയും കുഞ്ഞിനെ കെയർ ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളവരിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനത്തെ പല കണ്ടീഷൻസ് കൊണ്ടും സിസേറിയൻ എന്തുകൊണ്ടും നോർമലിനെക്കാളും കുറച്ചുകൂടെ ദുർഘടമാണെന്ന് പറയേണ്ടി വരും. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് വജൈനൽ ഡെലിവറി കുഞ്ഞിനെ അമ്മയും ഹെൽത്തി ആയിട്ട് നമുക്ക് സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റീവ് ആയിട്ട് നമ്മൾ സിസേറിയനിലേക്ക് നമ്മൾ പോയേ പറ്റൂ. ഇത് പലപ്പോഴും ഡോക്ടർമാർ, യഥാർത്ഥത്തിൽ ഡോക്ടർമാരാണല്ലോ ഇതിന് നിർദ്ദേശം വെക്കുന്നത്. നമുക്ക് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് ചില ആശുപത്രികളെങ്കിലും അല്ലെങ്കിൽ ചില ഡോക്ടർമാരെങ്കിലും അത്തരം സിസേറിയൻ മതി, റിസ്ക് എടുത്ത് പോവേണ്ടതില്ല എന്നൊരു സജഷൻ മുന്നോട്ട് വെക്കുന്ന അനുഭവം പലരും സമീപകാലത്തായി പങ്കുവെക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ചില സാമ്പത്തിക കാരണങ്ങൾ കൂടി ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം ഇപ്പോൾ പ്രസവം അല്ലെ ഡെലിവറി എന്ന് പറയുന്ന ഒരു പാക്കേജായി മാറിക്കഴിഞ്ഞല്ലോ. ഇപ്പം ഇൻഷുറൻസ് ഉള്ളവർക്കെല്ലാം അതൊരു പാക്കേജായി മാറിപ്പോണു. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് സിസേറിയനും എന്ന ഒരു സിസ്റ്റം പൊതുവിൽ മാറി വന്ന ഒരു കാലത്തുണ്ട്. അങ്ങനെ തോന്നുന്ന അനുഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അനുഭവം എന്റെ ഇതിലില്ല. പക്ഷെ വേറൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, നാള് നോക്കി സിസേറിയൻ ചെയ്ത് കൊടുക്കണം എന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഐശ്വര്യ റായ് നമുക്കറിയാലോ, എനിക്ക് തോന്നുന്നു അവരുടെ കുഞ്ഞ് ജനിക്കുന്നത് നവംബർ 11-നാണെന്ന് തോന്നുന്നു. ആ സമയം നോക്കി സിസേറിയൻ വേണം എന്ന് പറഞ്ഞു വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ UG പഠിക്കുന്ന സമയമാണ്. അങ്ങനത്തെ ഇതുണ്ട്. അതുപോലെ ജനുവരി 1-ാം തീയതി തന്നെ കുഞ്ഞ് ജനിക്കണം എന്ന് നിർബന്ധം പറഞ്ഞ് സിസേറിയന് വരുന്നവരുണ്ട്. ആ രീതിയിൽ പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡോക്ടർ റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു ഫിനാൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സിസേറിയൻ അധികം പറയുന്നതായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഔട്ട്സൈഡ് കേരള എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ അവിടെ സിസേറിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നോർമൽ ഡെലിവറിയേ ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിസേറിയന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ബെയർ ചെയ്യേണ്ട കുറെ റിസ്കുകളുണ്ട്. അപ്പൊ നമ്മൾ മനഃപൂർവ്വം ഇതെല്ലാം എടുത്ത് തലയിൽ വെക്കില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത്, പണ്ടത്തെ ഡെഫിനറ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് സിസേറിയൻ സെക്ഷൻ കൂടി തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഏജ് ഒന്ന് എടുത്തു നോക്കൂ. ഇന്നത്തെ കാലത്ത് അമ്മയായിട്ട് നമ്മുടെ മുന്നിലേക്ക് അമ്മയാകാൻ വരുന്ന ലേഡീസിന്റെ ഏജ് ഗ്രൂപ്പ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഏറ്റവും നല്ല ഏജ് ഗ്രൂപ്പ്
ഫോർ എ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി എന്ന് പറയുന്നത് 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ പെൺകുട്ടികളെല്ലാം ഓൾമോസ്റ്റ് എവ്രി വൺ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാരും ജോലി ചെയ്യുന്നവരാണ്. അപ്പോ നമ്മുടെ കല്യാണം കഴിക്കുന്ന ഏജേ മാറിപ്പോയി, അല്ലെങ്കിൽ അവര് പ്രഗ്നൻസിക്ക് അവർ ഓപ്റ്റ് ചെയ്യുന്ന ഏജേ നമുക്കിപ്പോ 30+ അല്ലെങ്കിൽ 28+ എന്നുള്ള റേഞ്ചിലേക്ക് പോവാണ്. ഇൻഫെർട്ടിലിറ്റിയും അതിനനുസരിച്ച് വന്ധ്യതയും കൂടുന്നുണ്ട്. അപ്പൊ ഇവര് ഏജ് ഗ്രൂപ്പ് കൂടുന്തോറും ഇവര് ഹൈ റിസ്ക് ആയിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ സിസേറിയനിലേക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകളിൽ എത്ര പേരാണ്, ഈ ന്യൂസ് കാണുന്നവർ പോലെ എത്ര പേര് ഫിസിക്കലി ഫിറ്റ് ആണ് ഒരു പ്രഗ്നൻസിക്ക്? ഇപ്പോ നമ്മൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എല്ലാം സ്ത്രീകളിൽ വളരെ കോമൺ ആണ്. അവരുടെ ഡയറ്റിന്റെ രീതി, അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഇഷ്യൂസ്, അമിതമായ ജോലി, അതുപോലെ തന്നെ എക്സസൈസ് ഒട്ടുമേ ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം കൊണ്ട് തന്നെ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ രോഗികളായിട്ടാണ് വരുന്നത്. ഈ ഡയബറ്റീസ് ഹൈ ആയിട്ടിരിക്കുന്ന ആളെയും BP ഹൈ ആയിട്ടിരിക്കുന്ന ആളെ ഹെൽത്ത് സിൻഡ്രോമിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ വജൈനൽ ഡെലിവറിക്ക് വിടാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ കൊണ്ടാണ് മെഡിക്കലി ഞങ്ങൾ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സിസേറിയനിലേക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ മാത്രമല്ല, കാലാകാലങ്ങളായിട്ട് നോർമൽ ഡെലിവറിയിൽ വരാൻ സാധ്യതയുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. വാക്യൂം ഡെലിവറി, അതുപോലെ നമ്മൾ ഫോർസെപ്സ് ഡെലിവറി ഒക്കെ ചെയ്യുമ്പോൾ പണ്ടും കോംപ്ലിക്കേഷൻസ് ചിലത് വരും, ഇപ്പോഴും കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹം അവര് ഒട്ടും ആ കോംപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അക്യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ നമുക്ക് മേ ബി ഒരു വാക്യൂം ഇട്ട് നമുക്കൊന്ന് ബേബീനെ എടുക്കാം, അന്നേരം ബേബിയുടെ തലയിൽ ഒരു ക്യാപ്പിട്ട് പോലെ ഫോം ചെയ്യും, നീരടിച്ച്, അതുപോലും ടോളറേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തൊരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. വെരി വയലന്റ് ആണ്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് വാക്യൂം എടുത്താൽ വാക്യൂമിന് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കുട്ടിക്ക് ക്യാപ്പിട്ട് വരും, ബ്ലഡ് കെട്ടും, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമ്മൾക്ക് സിസേറിയനിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ അവരും റെഡിയാണ്. അപ്പൊ നമ്മൾക്കും സമാധാനമാണ്, അമ്മയും കുഞ്ഞും സേഫ് ആയിട്ട് പോവുക, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അവിടെ ഒരു എന്താ പറയാ, കമേഴ്ഷ്യലൈസ് ചെയ്ത് പൈസ ജനറേറ്റ് ചെയ്യാനാണെങ്കിൽ വേറെ എന്തെല്ലാം വഴികൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ സിസേറിയൻ തന്നെ നമുക്ക് ചൂസ് ചെയ്യേണ്ടതില്ല. ഡോക്ടർ, പക്ഷേ അത് പറയുമ്പോഴും നമുക്കറിയാം, ഈ കേരളത്തിന്റെയും ദേശീയ ശരാശരിയും നോക്കുമ്പോൾ കേരളത്തിലാണ് 44%, കേരളത്തിൽ നടക്കുന്ന ഈ പ്രസവത്തിൽ 44%വും സിസേറിയനാണ് എന്നതാണ് നമുക്ക് കണക്കുകൾ ലഭ്യമാവുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത് ഉയർന്നു നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. മലയാളികളുടെ എന്തെങ്കിലും പ്രത്യേക സാമൂഹ്യ ബോധത്തിൻ്റെയോ സാമൂഹ്യ സാഹചര്യമോ ആണോ അതിന് കാരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ കാരണങ്ങൾ അതിനുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം ഞാനിപ്പോ സ്റ്റേറ്റ് ചെയ്ത കാരണങ്ങളാണ്. നമ്മുടെ കേരളത്തിലുള്ള പെൺകുട്ടികൾക്ക് മെറ്റബോളിക് സിൻഡ്രോം വളരെ കോമൺ ആണ്. ഈ ന്യൂസ് കാണുന്ന വ്യക്തികളാവട്ടെ, ഞാനാവട്ടെ, ഈ ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന നിങ്ങളാവട്ടെ, നിങ്ങളുടെ പരിചയത്തിലെങ്കിലും 1-2 പെൺകുട്ടികളെങ്കിലും PCOD എന്ന് പറയുന്ന അസുഖം ഉള്ളവര് കാണും. അപ്പൊ ഇങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് നമ്മുടെ ഭക്ഷണ രീതിയുടെ കുഴപ്പമാണ്. മലയാളികൾ എന്തും കഴിക്കാൻ റെഡിയാണ്, എന്തും അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതുപോലെ അല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരെന്ന് പറയുന്നത്. കുറെ കൂടെ അവിടുത്തെ ലേഡീസ് ഫിസിക്കലി ഫിറ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ കേരളത്തിന്റെ മെഡിക്കൽ മേഖലയില് ഡോക്യുമെന്റേഷൻ വളരെ സുപ്പീരിയർ ആണ് കമ്പയർഡ് ടു എനി അതർ സ്റ്റേറ്റ്സ്. ബാക്കി സ്റ്റേറ്റുകളിൽ ചിലപ്പം നമുക്ക് കൂടുതൽ സിസേറിയൻ സെക്ഷൻസ് നടക്കുന്നുണ്ടാവാം, ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. എപ്പോഴും അസുഖം വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കോവിഡിനെ പ്രതിരോധിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. പക്ഷെ അവിടെയും കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് കേസസ് ഉള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അതിന്റെ ക്വാളിറ്റിയുടെ കാര്യമാണ്. നമ്മൾ മാറ്റേണൽ മോർട്ടാലിറ്റി ഏറ്റവും കുറവുള്ള സംസ്ഥാനം, അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി, ഈ നവജാത ശിശുവിന്റെ മരണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ആ ഒരു അക്കം എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ആയി കാണിക്കുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഡോക്ടർ, ഒരു കാര്യം കൂടി, നമുക്ക് ഈ വിഷയത്തിൽ സിസേറിയൻ്റെ കണക്ക് കൂടുന്നു, അത് ചെയ്താലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ വലിയ പഠനങ്ങളോ ഒരു സർക്കാർ നിയന്ത്രണമോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സർക്കാർ മേഖലയിലും കൃത്യമായി തന്നെ ഈ പ്രസവ ശസ്ത്രക്രിയകൾ നടന്നു വരുന്നതുമുണ്ട്. അപ്പോൾ പബ്ലിക്കിനെ സംബന്ധിച്ച് ഒരു അവയർനെസ്സിൻ്റെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിന് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ, ആരോഗ്യവകുപ്പ് എന്തെങ്കിലും ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ ഇതൊരു നോർമൽ പ്രൊസീജിയറാണ്, മാറിയ കാലഘട്ടത്തിൽ പുതിയ സാഹചര്യം എന്ന് കരുതണോ? അതെ, അതായത് ഇപ്പൊ താങ്കൾ ചോദിച്ച ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് പാക്കേജസിന്റെ കാര്യവും ഇൻഷുറൻസിന്റെ കാര്യവും താങ്കൾ ചോദിച്ചു. അതായിരുന്നു നമ്മുടെ സിസേറിയൻ സെക്ഷന്റെ കൂടാനുള്ള കാരണമെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളിലും ഇത് കൂടുന്നുണ്ട്. ഗവൺമെന്റ് ആലപ്പുഴയിലല്ലേ ഏറ്റവും കൂടുതൽ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അത് സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ സിസ്റ്റം, അതായത് ഒരു സ്ത്രീ ഡെലിവറിക്ക് വരുമ്പോ ആവറേജ് അവരൊരു 12-14 മണിക്കൂറോളം അവർ പ്രസവത്തിൽ കിടക്കുകയാണ്. അതുപോലെ നമുക്ക് എന്തോരം പേഷ്യൻസ് ആണ് ഗവൺമെന്റ് സെറ്റപ്പിൽ
ഒരടിക്ക് ഇങ്ങ് വരുന്നേ. അപ്പൊ ഇതിൽ ഏത് പേഷ്യന്റ് ആണ് പെട്ടെന്ന് ഡയലേറ്റ് ആയി കുഞ്ഞു വെളി വരുന്നത്, ആർക്കാണ് കോംപ്ലിക്കേഷൻ വരുന്നത്, ഇവരെ എല്ലാം ഒരേ രീതിയിൽ നോക്കാൻ ഒറ്റ ഡോക്ടറിനോ 2 ഡോക്ടറിനോ 3 ഡോക്ടറിനോ പറ്റത്തില്ല. നമ്മൾ കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് നമ്മുടെ ഇന്റേണൽ സിസ്റ്റം നമ്മൾ കുറെ കൂടെ സ്ട്രോങ് ആക്കേണ്ട ആവശ്യമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു, ഒരമ്മ 10 മക്കളെ നോക്കുന്നതും ഒരമ്മ 2 കുഞ്ഞുങ്ങളെ നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഓൾസോ ഒരു ഡോക്ടർ ഒരു ഡെലിവറി എടുത്തു കഴിയുമ്പോൾ, ഒരു പ്രസവം എടുത്തു കഴിയുമ്പോൾ അവര് പ്രസവിച്ച ക്ഷീണം അവർക്ക് ഉണ്ടാവും. അത്രയും റിസ്ക് ആണ് ഒരു ഡെലിവറിക്ക്. അതുകൊണ്ട് നമ്മുടെ സർക്കാർ വഴി ഞാൻ പറയുന്നത് ഇന്റേണൽ സിസ്റ്റം സ്ട്രോങ് ആക്കണം. നഴ്സിംഗ് സ്റ്റാഫ് ആവട്ടെ, മെഡിസിൻസ് ആവട്ടെ, പാരാമെഡിക്സ് ആവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, നമ്പർ ഓഫ് സ്റ്റാഫ്സ് കൂട്ടേണ്ട കാര്യമുണ്ട്. ശരി, വളരെ നന്ദി ഡോക്ടർ തസ്ലിം.